ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ചില ആൾക്കാർ ചില പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കണം. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലും അവനവനൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ഘട്ടം വരിക, അല്ലേ? ചിലവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് സ്വയം ഉണ്ടാവും. എന്ത് തന്നെ വന്നോട്ടെ, അത് അതിൻ്റെതായ വഴിക്ക് അവർ നേരിട്ട് അവർ മുന്നോട്ട് പോയിക്കോളും. ചില ആൾക്കാരാണെങ്കിലോ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. പിന്നെ അവർക്ക് മുന്നോട്ട് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടാവുക. അധിക പേരും അങ്ങനത്തെ ആൾക്കാരാണ് ഉണ്ടാവുക. കുറച്ച് പേർക്ക് മാത്രമേ എന്ത് പ്രശ്നം വന്നാലും അത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അത് കൈകാര്യം ചെയ്ത് അവരത് മുന്നോട്ട് പോകും. അവർക്കത് അത്ര ഒരു വിഷയമായിട്ടോ പ്രശ്നമായിട്ടൊന്നും അവർക്ക് തോന്നില്ല. കുറച്ച് ആൾക്കാർക്ക് എന്താണ്, എന്ത് ചെറിയൊരു കുഞ്ഞു കാര്യമായാലും പോലും അവർക്കത് എന്താണ് ടെൻഷൻ താങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് അവർക്ക് നേരിടാനുള്ള ഒരു കഴിവുണ്ടാവില്ല. പ്രത്യേകിച്ച് ആരുടെയെങ്കിലുമൊക്കെ സഹായത്തിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ കീഴിലൊക്കെ ജീവിച്ച് ശീലിച്ച ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അവർക്കത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരാകെ തകർന്നു പോകും. അപ്പോഴാണ് നമ്മൾ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശമൊക്കെ ആയിട്ട് നമ്മൾ അവരോട് എന്ത് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ മറ്റൊരാളെ സമീപിക്കുക. അപ്പോൾ ആ ആളെന്താ പറയുക, നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ, എനിക്ക് നീ ഇങ്ങനെ ഇരുന്നതുകൊണ്ടല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെന്താണ് ചോദിച്ച ആളെ ഇങ്ങോട്ട് ടെൻഷൻ അടിച്ചേ കൂടെ കുറച്ചും കൂടെ ടെൻഷൻ അടിപ്പിക്കാനുള്ള ചോദ്യങ്ങളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാർക്കും എന്താണെന്ന് അറിയും, അധിക പേർക്കും എന്താണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനുള്ളൊരു കഴിവുണ്ടാവില്ല. അവരാകെ തകർന്നു പോകും. പിന്നെ അവർക്ക് എന്താണ്, ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് ചിന്തിച്ചാലോ അവർക്കത് ബുദ്ധിയിൽ തെളിഞ്ഞു വരില്ല. കാരണം അവരാകെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അവർക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ചിട്ട്. പിന്നെ മറ്റേ ആളോട് ഉപദേശം ചോദിച്ച ആൾക്ക് എന്താണ് ഇയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കില്ല. അവർ അതിൻ്റെ എന്ത് കാര്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ഇനിയിപ്പോൾ ഒരു കുടുംബജീവിതത്തിലാണ് ഭാര്യയും ഭർത്താവുമാണ്, അവർ തമ്മിലൊരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. അവർ വിചാരിക്കണ മാതിരി ഒരിക്കലും ആവില്ല. മൂന്നാമത് ആൾ വിചാരിച്ച മാതിരി ഒരിക്കലും ആയിരിക്കില്ല ഇവരുടെ പ്രശ്നങ്ങൾ. അത് പുറത്തുനിന്ന് കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള അറിവേ ഉണ്ടാവുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞത് അവരുടേതാണ്. അവർക്കാണ് അതിനകത്ത് എന്താണ് എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയുക. ഈ മൂന്നാമതൊരാൾ അത് കാണുന്ന അല്ലെങ്കിൽ അത് കേട്ടിട്ടോ കണ്ടിട്ടാണെങ്കിൽ കൂടെ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അവർ കണ്ട കാര്യങ്ങളാവില്ല അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആൾക്കാരെ കുറിച്ച് എന്താണ് നമ്മൾ ചിന്തിച്ചതായിരിക്കില്ല അവരുടെ സത്യത്തിലുള്ള കാര്യങ്ങൾ. ഓരോ ആൾക്കാർക്കും എന്താണ് നമ്മൾ മറ്റൊരാളെ കുറിച്ച് മനസ്സിലാക്കിയതൊന്നും ആയിരിക്കില്ല അവരുടെ കാര്യങ്ങൾ. നമ്മളാ പുറത്തുനിന്ന് കാണുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. അവരുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം സംഭവിച്ചു അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ പറയും, നീ അത് ചെയ്തതുകൊണ്ടല്ലേ, അവനത് ചെയ്തുകൊണ്ടല്ലേ, അവളത് ചെയ്തുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മളങ്ങടെ അഭിപ്രായം പറയും. പക്ഷെ അത് അനുഭവിക്കുന്ന അവർക്ക് മാത്രമല്ലേ എന്താണ് അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കൂടുതൽ ചിന്തിക്കാനും അല്ലെങ്കിൽ അതിന് കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ഏതൊരു വ്യക്തിയാണെങ്കിലും അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ കാഠിന്യം എത്ര ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർക്ക് അതിൻ്റെ കാഠിന്യം എത്ര അവർ ഉൾക്കൊണ്ടാലും അവർക്കത് മനസ്സിലാവില്ല. അവർ നോക്കിക്കാണുന്ന രീതി മാറ്റം ഉണ്ടാവും. ഓരോ ആൾക്കാരുടെയും പ്രശ്നം എത്രയാണ് വലുതെന്ന് അവർക്ക് മാത്രമല്ല അവരുടെ പ്രശ്നത്തിൻ്റെ വലിപ്പം വ്യാപ്തിയൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അത് സാരമില്ല, അത് അത്രയേ ഉള്ളൂ, അത് അതുകൊണ്ട് പറ്റിയതാണ്, ഇത് ഇതുകൊണ്ട് പറ്റിയതാണ് എന്നൊക്കെ നമ്മളങ്ങോട്ട് വിലയിരുത്തും. അവരുടെ പ്രശ്നത്തിൻ്റെ ഉണ്ടാവുന്ന വിഷമവും പ്രയാസങ്ങളും ഒക്കെ എത്രയാണെന്നുള്ളത് ആ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പ്രശ്നങ്ങളില്ലാതെ നല്ലൊരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ എന്താണ്, ഏത് ആൾക്കാരാണെങ്കിലും അവനവൻ തന്നെ മനസ്സ് വെക്കണം. അവനവൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവനവൻ മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പരമാവധി മൂന്നാമതൊരാളെ ഉൾപ്പെടുത്താതെ അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവൻ തന്നെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി പ്രശ്നങ്ങൾ കുറയ്ക്കാനും പറ്റും.
ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വന്നാലും അതിൽ മൂന്നാമതൊരാളെ ഉൾപ്പെടുത്താതിരിക്കുക. അയാളെ കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിനേക്കാളും മോശമായിട്ടേ വരുള്ളൂ. കാരണം രണ്ട് കൂട്ടർക്കും സ്വീകരിക്കാൻ പറ്റുന്ന അഭിപ്രായം ഒരാളും പറയില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കത് സ്വീകരിക്കാനും പറ്റില്ല. ഏത് പ്രശ്നത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും എന്താണ് അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവൻ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പരിധി വരെ അത് വലിയൊരു വിഷയമാവാതെ കൊണ്ടുപോകാൻ പറ്റും. മറ്റത് ആ ഉള്ള പ്രശ്നത്തിനെ കുറച്ചും കൂടി വലുതാക്കി തീരുകയെന്നല്ലാതെ അത് ഒരു സൊല്യൂഷനിലെത്തിയിട്ട് അല്ലെങ്കിൽ ഒരു യോജിപ്പിലെത്തി അതൊരിക്കലും മുന്നോട്ട് പോവില്ല. എത്ര പറഞ്ഞു തീർത്താലും അത് തീരില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പരമാവധി പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാക്കി മാറ്റാതെ അവനെക്കൊണ്ട് പറ്റുന്ന മാതിരി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഏത് കുടുംബജീവിതം ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, അതിനകത്ത് മൂന്നാമതൊരാൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും അത് നല്ലൊരു വഴിക്ക് അത് തീരില്ല. പിന്നെ ആ പ്രശ്നം അവിടെ കടന്ന് അത് പിന്നെയും അതിലും വലിയൊരു പ്രശ്നമായിട്ട് മാറില്ലാതെ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് എങ്ങനെയാണത് പിന്നെ മാറ്റിയെടുക്കേണ്ടത് എന്നൊക്കെ അവനവൻ തന്നെ ചിന്തിച്ച് പരമാവധി അത് ഇത്ര വലുതാക്കാതെ ആ ചെറുതായിട്ട് തന്നെ തീർത്ത് മുന്നോട്ട് പോവുക. ഏത് പ്രശ്നങ്ങളും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കാൻ വളരെ എളുപ്പമാണ്. അത് മൂന്നാമതൊരാൾ അറിഞ്ഞും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അത് വലുതാവാൻ. അപ്പോൾ അവനവൻ്റെ പ്രശ്നങ്ങളെ അവനവൻ തന്നെ കൈകാര്യം ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും സ്നേഹവും സമാധാനവും സന്തോഷകരം നിറഞ്ഞ ജീവിതം ഉണ്ടാവട്ടെ.